ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു സെറ്റ് എടുക്കുന്നു, സെറ്റിൻ്റെ പേര് എ എന്നാണ്. അപ്പോൾ എ എന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എ ഡാഷ് എന്നാണ്. എ ഡാഷ്. ഓക്കെ, എക്ക് മുകളിൽ സിയും ഇങ്ങനെ എഴുതാറുണ്ട് എ കോംപ്ലിമെൻറ്റിനെ. എന്നാൽ നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത് എ ഡാഷ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ എന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ എഴുതാൻ പാടില്ല, പകരം യൂണിവേഴ്സൽ സെറ്റിലുള്ള മറ്റു എലമെന്റുകൾ എഴുതി വെക്കുന്നതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡിഫറൻസ് ഓഫ് ദി സെറ്റ് ആയിരുന്നു. ഡിഫറൻസ് ഓഫ് ദി സെറ്റ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചത് എങ്കിൽ, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ സെറ്റും അതുപോലെ തന്നെ സബ്സെറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യുന്നു. യൂണിവേഴ്സൽ സെറ്റ് ഇതിലുള്ള എലമെന്റുകളാണ് 1, 2, 3, 4 ആൻഡ് 5. അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എഴുതുന്നു. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സൽ സെറ്റിലുള്ള ഏതാനും എലമെന്റുകൾ എടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന മറ്റൊരു ചെറിയ സെറ്റിനെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഞാനൊരു സബ്സെറ്റ് രൂപീകരിക്കുകയാണ്, എ എന്നൊരു സബ്സെറ്റ് രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഏതെങ്കിലും കുറച്ച് എലമെന്റ്സ് എടുക്കാൻ പോവാണ്. ഇതിൽ ഞാൻ 2, 4 ആൻഡ് 5 എന്നീ എലമെന്റ്സ് എടുക്കുന്നു. ഓക്കെ ആണല്ലോ, ഇതിനെയാണല്ലോ സബ്സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് എന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും ഈ സെറ്റിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റ് എന്നും ഇതിനെ സബ്സെറ്റ് എന്നും പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ആണ്. അതായത് ഒരു സബ്സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്സെറ്റ് എന്ന് പറയുന്നത് എ ആണ്, എ ഡാഷ് ആണ് കാണേണ്ടത്. എ ഡാഷ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എഴുതി വെക്കണം, എന്നാൽ അതിൽ എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഉണ്ടെങ്കിൽ എഴുതാനും പാടില്ല എന്നാണ്. യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് U-A എന്ന് എഴുതാൻ പറ്റും, അല്ലേ? എയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എന്ന മീനിങ്ങിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകളാണ് എഴുതേണ്ടത്, പക്ഷേ എന്ത് വരാൻ പാടില്ല? എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ അതിനകത്ത് വരാനും പാടില്ല. അപ്പൊ നോക്കൂ, നമുക്ക് 1 എഴുതാം. കാര്യം 1 ഈ സെറ്റിൽ വന്നിട്ടില്ല, അതുകൊണ്ട് 1 എഴുതാം. 2 എഴുതാൻ പാടില്ല. എന്തുകൊണ്ട്? 2 എ എന്ന സെറ്റിൽ വന്നിട്ടുള്ളത് കൊണ്ട് 2 നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി 3 എഴുതാമോ? 3 എഴുതാം. എന്തുകൊണ്ട്? എ എന്ന സെറ്റിൽ 3 വരാത്തത് കൊണ്ട് നമുക്ക് 3 എഴുതാം. 4 എഴുതാൻ കഴിയില്ല, കാര്യം 4 എ എന്ന സെറ്റിൽ വന്നിട്ടുണ്ട്, സബ്സെറ്റിൽ വന്നിട്ടുണ്ട്. 5ഉം അതിന്റെ സബ്സെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ സബ്സെറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റുകളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്, സൂചിപ്പിക്കുന്നത് എ ഡാഷ്. സെറ്റിന്റെ പേര് ബി ആണെങ്കിൽ ബി ഡാഷ്, സെറ്റിന്റെ പേര് സി ആണെങ്കിൽ സി ഡാഷ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു യൂണിവേഴ്സൽ സെറ്റും ഒരു സബ്സെറ്റും തമ്മിലുള്ള വ്യത്യാസം. യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എഴുതണം, എന്നാൽ അതിനകത്ത് എന്ത് വരാൻ പാടില്ല? അതിന്റെ സബ്സെറ്റിലുള്ള എലമെന്റുകൾ എഴുതാനും പാടില്ല. ഇത്തരത്തിലുള്ള സെറ്റുകളെ പറയുന്ന പേരാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റിനെ കുറിച്ച് വിശദമായിട്ടും നമുക്ക് പഠിക്കാം. ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും ഉദാഹരണങ്ങളിലൂടെ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു ഉദാഹരണത്തിന്, കൺസിഡർ എ യൂണിവേഴ്സൽ സെറ്റ്. ഇറ്റ്സ് എലമെന്റ്സ് ആർ ഓൾ പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ഇതിലുള്ള എലമെന്റുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രൈം നമ്പേഴ്സുമാണ് ഞാൻ ഇതിലെ എലമെന്റുകളായിട്ട് എടുക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. ഇതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു സബ്സെറ്റ് വേണം, അല്ലെ? എ ബി ദി സബ്സെറ്റ് ഓഫ് യു.
എ ഒരു സബ്സെറ്റ് ആയിട്ട് എടുക്കാൻ പോവാണ്. എ യുവിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് എടുക്കാൻ പോവാണ് എ. ഇനി വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് ഡിവൈസേഴ്സ് ഓഫ് 42. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് 42ന്റെ ഡിവൈസേഴ്സ് അല്ലാത്ത പ്രൈം നമ്പേഴ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 42ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 42ന്റെ ഡിവൈസേഴ്സ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? 42ന്റെ ഘടകങ്ങൾ അതല്ലെങ്കിൽ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാലാണോ 42 കിട്ടുന്നത് ആ സംഖ്യകളെല്ലാം നമുക്ക് 42ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും അല്ലേ? 1 × 1 × 42 42ന്റെ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ആണ്. 2 × 21 അല്ലേ? 2 × 21. ഇനി 3ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 4 എത്ര 3 ഉണ്ട്? 1. 12 എത്ര 3 ഉണ്ട്? 4. അപ്പോൾ 3 × 14 42 ആണ് അല്ലേ? ഇനി 5ന്റെ മൾട്ടിപ്പിൾ ആണ് 42? അല്ല. 6ന്റെ മൾട്ടിപ്പിൾ ആണ്. 6 × 7 42 ആണ്. ഇനി താഴോട്ട് 7 നോക്കണോ? വേണ്ട. 7 ഓൾറെഡി സൈഡിൽ വന്നു കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇത്രയും നമ്പേഴ്സ് 42ന്റെ ഡിവൈസേഴ്സ് ആണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 42ന്റെ ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? 1 2 3 6 7 14 21 ആൻഡ് 42. ഇതെല്ലാം 42ന്റെ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സബ്സെറ്റ് ആയിട്ട് എഴുതേണ്ടത് ഓൾ പ്രൈം നമ്പേഴ്സ് എഴുതണം. പക്ഷെ വിച്ച് ആർ നോട്ട് ദ ഫാക്ടേഴ്സ് ഓഫ് 42. 42ന്റെ ഫാക്ടേഴ്സ് അല്ലാത്ത എല്ലാ പ്രൈം നമ്പേഴ്സും ആണ് നമുക്ക് സബ്സെറ്റിൽ എഴുതേണ്ടത്. അപ്പൊ 42ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 ഒരു പ്രൈം ഫാക്ടർ ആണ്. ഇതെല്ലാം 42ന്റെ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ അതിൽ 2 എന്നതൊരു പ്രൈം നമ്പർ ആണ്, 3 എന്നതൊരു പ്രൈം നമ്പർ ആണ്, 7 എന്നതൊരു പ്രൈം നമ്പർ ആണ്. അപ്പൊ ഇതല്ലാത്ത 2 3 6 7 അല്ലാത്ത ബാക്കിയുള്ള പ്രൈം നമ്പേഴ്സ് ആണ് നമുക്ക് എ എന്ന സബ്സെറ്റിൽ എഴുതാനുള്ളത്. അപ്പൊ നമുക്ക് എഴുതാം. 2 എഴുതാൻ പറ്റില്ല, അതാണ് ആദ്യത്തെ പ്രൈം നമ്പർ. 3യും എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 5 പ്രൈം നമ്പർ ആണ്. 7 എഴുതാൻ പറ്റില്ല. പിന്നെയോ 11 13 17 എക്സെട്ര എന്ന് നമുക്ക് ഒരു സബ്സെറ്റ് എഴുതാൻ സാധിക്കും. ഇനി കാണേണ്ടത് ഫൈൻഡ് ദി കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ. എന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് സെറ്റ് ആണ് കാണേണ്ടത്. എ എന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് ആണ്. എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ എഴുതാൻ പാടില്ല. പകരം യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതണം. അപ്പൊ എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആയ 2 3 7 ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും എ എന്ന സെറ്റിൽ വരുന്നുണ്ട്. യൂണിവേഴ്സൽ സെറ്റിൽ മുഴുവൻ പ്രൈം നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ഒഴിവാക്കിയിട്ടുള്ള 2 3 7. 2 3 7 മാത്രമാണ് ഇതിലില്ലാത്തുള്ളൂ അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ള എന്നാൽ എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റുകൾ ഏതൊക്കെയാണ്? 2 3 7. ഇതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ സെറ്റ് 2 3 7 is the complement of a with respect to u, which is denoted by എങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും? a dash is equal to 2 3 7 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലെറ്റ് u be the universal set and a the subset of u, then the complement of a is the set of all elements of u which are not the elements of a. Symbolically we write a dash to denote the complement of a with respect to u. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ എന്താണ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? യു എന്ന സെറ്റിലുള്ള യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും എഴുതണം. പക്ഷെ എന്തെഴുതാൻ പാടില്ല? അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഒന്നും എഴുതാനും പാടില്ല എന്നർത്ഥം. ഓക്കെ. ഇത് മാത്തമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മാത്തമാറ്റിക്കലി ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഡാഷ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. എക്സ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകളാണ്. ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് ഏതിലുള്ള എലമെന്റുകൾ വരാൻ പാടില്ല? എ എന്ന സബ്സെറ്റിലുള്ള എലമെന്റുകൾ വരാൻ പാടില്ല.
ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കാര്യം, ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എ ഡാഷ് ഈസിക്കൽ ടു യു മൈനസ് എ എന്ന് വേണമെങ്കിലും നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കും. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് അല്ലെ, കോംപ്ലിമെന്റ് ഓഫ് എ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? യു മൈനസ് എ എന്നും സൂചിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ ഉദാഹരണം, ലെറ്റ് യു ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 5 6 7 8 9 and 10 and a is equal to set of 1 3 5 7 9. Find a dash. അപ്പോൾ ഇവിടെ നമുക്കൊരു സബ്സെറ്റ് ആണ്. എ എന്നത് ഒരു സബ്സെറ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളും ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ എന്നത് ഒരു സബ്സെറ്റ് ആണ്, ഇതൊരു യൂണിവേഴ്സൽ സെറ്റുമാണ്. കാണേണ്ടത് എ ഡാഷ്. എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? യൂണിവേഴ്സൽ സെറ്റിലുള്ള എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ എഴുതണം, എന്നാൽ ഏതിലുള്ള എലമെന്റുകൾ വരാൻ പാടില്ല? എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകളാണ് എഴുതേണ്ടത്. 1 എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? എ എന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് 1, അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 2 ആണ്. 2 എ എന്ന സെറ്റിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റുകളായിരിക്കണം യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകളായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി 3 എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? എ എന്ന സെറ്റിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 3 എഴുതാൻ പറ്റില്ല. ഇനി 4 എഴുതാൻ പറ്റുമോ? പറ്റും. എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ് ആണ് 4, അതുകൊണ്ട് എഴുതാം. നെക്സ്റ്റ് 5 എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? എ എന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് 5, അതുകൊണ്ട് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് 6 എഴുതാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ് ആണ് 6, അതുകൊണ്ട് എഴുതാം. 7 എഴുതാൻ പറ്റില്ല. കാര്യം എന്താ? 7 ഓൾറെഡി എ എന്ന സെറ്റിൽ ഉള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് 7 എഴുതാൻ പറ്റില്ല. 8 എഴുതാം. കാര്യം എന്താ? 8 എന്ന എലമെന്റ് എ എന്ന സെറ്റിൽ ഇല്ല. 9 എഴുതാൻ പറ്റില്ല. കാര്യം 9 ഈ സെറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക്. Let U be universal set of all the students of class 11 of a co-educational school and A be the set of all girls in class 11. Find A dash. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളുമാണ്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓൾ ഗേൾസ് ആൻഡ് ഓൾ ബോയ്സ് അല്ലേ. ഓൾ ഗേൾസ് ആൻഡ് ഓൾ ബോയ്സ്, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എ എന്ന സബ്സെറ്റിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ എന്ന സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് എ ബി ദ സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ ക്ലാസ് 11. എ എന്ന സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഓൾ ഗേൾസ് ഇൻ ക്ലാസ് 11. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ഗേൾസ് ആൻഡ് ഓൾ ബോയ്സ് ഇൻ ക്ലാസ് 11 എന്നാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്ത് കാണണം? എ ഡാഷ് കാണണം. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ ആണ് എഴുതി വെക്കേണ്ടത്. എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഓൾ ഗേൾസ് ആണ്. ഓൾ ഗേൾസ് ഇൻ ക്ലാസ് 11. അപ്പൊ ഈ എലമെന്റുകൾ എഴുതാൻ പാടില്ല. യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതണം. ഓൾ ഗേൾസ് ഇത് വേണ്ട. ഓൾ ഗേൾസ് ഇവിടെ സെറ്റ് എയിൽ വന്നിട്ടുണ്ട്, ഇത് നമ്മൾ എഴുതണ്ട. ഇതല്ലാത്ത ബാക്കിയുള്ള എലമെന്റുകൾ ഉണ്ടെങ്കിൽ അത് എഴുതാനാണ്. ബാക്കിയുള്ള എലമെന്റുകൾ ഏതാണ്? ഓൾ ബോയ്സ് ഇൻ ക്ലാസ് 11. അതുകൊണ്ട് എ ഡാഷ് എന്ന് പറയുന്നത് ഓൾ ബോയ്സ് ഇൻ ക്ലാസ് 11. ഇതാണ് ആൻസർ. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക്. ലെറ്റ് യു ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 എ ഈസ് ഈക്വൽ ടു 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4 5. ഫൈൻഡ് എ ഡാഷ് ബി ഡാഷ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എ യൂണിയൻ ബി ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാം അല്ലേ. ആദ്യം നമുക്ക് കാണേണ്ടത് എ ഡാഷ് ആണ് കാണേണ്ടത്. എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതി വെക്കണം. അതായത് യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. ഇതിൽ എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ 2 ഉം 3 ഉം ഉണ്ട്.
എന്ന സെറ്റിലുള്ള 2, 3 ഉണ്ട്, അത് എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റുകൾ എഴുതുന്നതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എ ഡാഷ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എന്ന സെറ്റിലുള്ള 2, 3 എഴുതാതെ ബാക്കിയുള്ള 1, 4, 5, 6 ഇങ്ങനെ എഴുതുന്നതാണ് എ ഡാഷ്. ഇനി അടുത്തത് നമുക്ക് ബി ഡാഷ് ആണ് കാണേണ്ടത്. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ബി എന്ന സെറ്റിലുള്ള എലമെന്റുകൾ എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതണം. ബി എന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 3, 4, 5. ആ 3ഉം 4ഉം 5ഉം യൂണിവേഴ്സൽ സെറ്റിലെ 3ഉം 4ഉം 5 എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ എഴുതി വെക്കണം. ഈ ബി എന്ന സെറ്റിലുള്ള 3, 4, 5 എന്നിവ എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റുകൾ അത് ഏതൊക്കെയാണ്? 1, 2 and 6. ഇതാണ് ബി ഡാഷ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ എലമെന്റ്സ് എന്നാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളുടെ സെറ്റ് എഴുതാനാണ്. അപ്പൊ ഇതാണ് എ ഡാഷ് എന്ന സെറ്റ്, ഇതാണ് ബി ഡാഷ് എന്ന സെറ്റ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ് 1, അതുപോലെ തന്നെ 6 അല്ലെ. 1 ഇതിൽ രണ്ടിലും ഉണ്ട്, എ ഡാഷിലും ഉണ്ട്, ബി ഡാഷിലും ഉണ്ട്. 6ഉം രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡാഷ് എന്ന സെറ്റിലും ബി ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളുടെ സെറ്റ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് 1 and 6 എന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ അല്ല? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ യൂണിയൻ ബി ആണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന സെറ്റിലുള്ള എലമെന്റുകളും ബി എന്ന സെറ്റിലുള്ള എലമെന്റുകളും ഒരൊറ്റ സെറ്റിനകത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും. എ എന്ന സെറ്റിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാണ്? 2 and 3. ഇനി ബി എന്ന സെറ്റിലുള്ള എലമെന്റുകൾ എഴുതിയേക്കണം. ബി എന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 3, 4, 5. 3 ഇനി എഴുതേണ്ട, 3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള 4 and 5 എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്കൊരു പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ നമുക്കിവിടെ എ യൂണിയൻ ബി ഓൾ ഡാഷിനെ നമുക്ക് LHS എന്നും അതുപോലെ തന്നെ സമത്തിന്റെ അപ്പുറത്തുള്ള എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിനെ RHS എന്നും കൊടുത്താൽ നമുക്ക് നോക്കാം. എ യൂണിയൻ ബി ഡാഷ് ആദ്യം കാണണം. എ യൂണിയൻ ബി ഓൾ ഡാഷ്, എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബിയിലുള്ള എലമെന്റുകൾ എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റുകൾ എഴുതാനാണ്. എ യൂണിയൻ ബിയിലുള്ള സെറ്റുകൾ എഴുതരുത്, എലമെന്റുകൾ എഴുതാൻ പാടില്ല. എ യൂണിയൻ ബിയിലുള്ള എലമെന്റുകളാണ് 2, 3, 4, 5. 2, 3, 4, 5 അവ എഴുതാതെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റുകൾ എഴുതാൻ. അത് ഏതൊക്കെയാണ്? 1 and 6. 1 and 6. ഓക്കെ ആണല്ലോ? ഇതാണ് LHS എന്ന് പറയുന്നത്. അപ്പൊ LHS എന്ന് പറയുന്നത് ഏതാണ്? 1 സെറ്റ് 1, 6. ഇനി നമുക്ക് RHS കാണണം. RHS ഇവിടെ പറയുന്നത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് RHS എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ LHSഉം സെറ്റ് ഓഫ് 1, 6 ആണ്, RHSഉം 1, 6 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും LHS ഈസ് ഈക്വൽ ടു RHS എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഓക്കെ, കോംപ്ലിമെന്റ് സെറ്റ് എന്താണ്? കോംപ്ലിമെന്റ് സെറ്റിന്റെ ഉദാഹരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്ത് പഠിച്ചു. ഇനി കോംപ്ലിമെന്റ് സെറ്റ് എങ്ങനെയാണ് ഒരു വെൻ ഡയഗ്രത്തിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ വരക്കണം അല്ലേ? ഓക്കെ, ഒരു വെൻ ഡയഗ്രം വരക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ വരക്കുന്നു. എ എന്ന ഒരു സബ്സെറ്റ് ഇതിനകത്ത് വരക്കുന്നു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് എ. അപ്പൊ എന്താണ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ? എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ ഇല്ലാത്ത
യൂണിവേഴ്സൽ സെറ്റിലുള്ള മറ്റു എലമെന്റുകളാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡാഷ് നമുക്ക് എവിടെ അടയാളപ്പെടുത്താൻ പറ്റും? ഇതാണ് എ എന്ന സെറ്റ്, സബ്സെറ്റ്. ഇതിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് കാണുന്നത്. ഇവിടെയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എ ഡാഷ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം, ഒരു വെൻ ഡയഗ്രം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനകത്താണ് സബ്സെറ്റ് വരയ്ക്കുന്നത്. സബ്സെറ്റ് സർക്കിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിന്റെ ബാക്കിയുള്ള ഭാഗത്തെയാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഈ വെൻ ഡയഗ്രത്തിൽ ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? എ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.